ഒരു ബാങ്കിൽ നിന്നും തുക മറ്റൊരു ബാങ്കിലേക്ക് അയക്കുന്ന പ്രോസസ് കെ-സ്മാർട്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓൺലൈൻ മുഖേനയോ ചെക്ക് മുഖേനയോ ഒരു ബാങ്കിൽ നിന്നും തുക നമ്മൾ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കെ-സ്മാർട്ടിൽ ചെയ്യുന്നത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ കോൺട്ര എന്ന പ്രോസസ് വഴിയാണ്. ആദ്യം തന്നെ ഈ പ്രോസസ് ചെയ്യുന്നതിനായി ഒരു സർവീസ് അറൈസ് ചെയ്യേണ്ടതുണ്ട്, അതായത് ഒരു ഫയൽ അറൈസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി സർവീസസ് എന്ന മെനുവിൽ നിന്നും ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും ഫയൽ എന്ന കാർഡ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും അറൈസിംഗ് ഫയൽ എന്ന ഓപ്ഷൻ വഴി ബാങ്ക് ടു ബാങ്ക് കോൺട്ര എൻട്രി എന്ന ഫയൽ അറൈസ് ചെയ്യുക. ഫയൽ കസ്റ്റോഡിയന്റെ ലോഗിനിൽ വന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ജനറൽ ഫീച്ചേഴ്സ് മെനുവിൽ നിന്നും ഫിനാൻസ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. അവിടെ നിന്നും കോൺട്ര എൻട്രി എന്ന മെനു സെലക്ട് ചെയ്യുക. ന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആണ് കാണാൻ കഴിയുക. ഇവിടെ ക്രെഡിറ്റ് എന്നൊരു കോംബോ ബോക്സും ഡെബിറ്റ് എന്നൊരു കോംബോ ബോക്സും കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണോ തുക അയക്കുന്നത്, അയക്കുന്ന ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് സെലക്ട് ചെയ്യണം. ഏത് ബാങ്കിലാണോ തുക വരുന്നത് ആ ബാങ്കിനെ ഡെബിറ്റ് സൈഡിൽ സെലക്ട് ചെയ്യണം. എക്സാമ്പിൾ, എ എന്നൊരു ബാങ്കിൽ നിന്നും തുക ബി എന്നൊരു ബാങ്കിലേക്ക് അയക്കുകയാണെന്ന് കരുതുക. എ എന്ന ബാങ്ക് ക്രെഡിറ്റ് ആയിട്ടും ബി എന്ന ബാങ്ക് ഡെബിറ്റ് ആയിട്ടുമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ രണ്ട് രീതിയിൽ തുക ട്രാൻസ്ഫർ ചെയ്യുന്നതിന് കഴിയും. ഒന്ന്, ക്രെഡിറ്റ് ടു ബാങ്ക് എന്ന് സെലക്ട് ചെയ്താൽ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്രാൻസാക്ഷൻ നമ്പറും എമൗണ്ടും റിമാർക്കും കൊടുത്ത് സേവ് ചെയ്യാം. ഇനിയല്ല, ചെക്ക് മുഖേനയാണ് അയക്കുന്നതെങ്കിൽ സാധാരണ ചോദിക്കുന്നത് പോലെ എക്സിസ്റ്റിംഗ് ചെക്ക് തന്നെ ഉപയോഗിക്കണോ, അതായത് ഓൾറെഡി ഉപയോഗിച്ച ചെക്ക് തന്നെ വേണോ എന്നാണ് ചോദ്യം. നോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ചെക്ക് നമ്പർ വരുന്നു. എമൗണ്ട് രേഖപ്പെടുത്തിയ ശേഷം റിമാർക്ക് രേഖപ്പെടുത്തി സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സേവ് ചെയ്യുന്നു, ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇത് ഒരു OVA പ്രോസസ് ആണ്. ഓപ്പറേറ്റർ വെരിഫയർ അപ്രൂവർ കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ പൂർത്തിയാവുകയുള്ളൂ. വെരിഫയർക്ക് അയക്കുന്നു. വെരിഫയറുടെ ലോഗിനിൽ ഫയൽ വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഫിനാൻസ് മെനുവിൽ പോകുന്നു. സെലക്ട് ചെയ്യുന്നു. റിട്ടേൺ ചെയ്യുന്നതിനും വെരിഫൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നുണ്ട്. കറക്ഷൻ ആവശ്യമെങ്കിൽ ഫയൽ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ റിമാർക്ക് രേഖപ്പെടുത്തി വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം അപ്രൂവലിനായി അയക്കുക. അപ്രൂവറുടെ ലോഗിനിൽ ബാങ്ക് ടു ബാങ്ക് കോൺട്ര എൻട്രി ചെയ്യുന്നതിനുള്ള ഫയൽ വന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം കോൺട്ര എൻട്രി മെനുവിൽ പ്രവേശിക്കുക. അവിടെ ഓപ്പറേറ്റർ സബ്മിറ്റ് ചെയ്ത വെരിഫയർ വെരിഫൈ ചെയ്ത ബാങ്ക് ടു ബാങ്ക് കോൺട്ര ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നുണ്ട്. റിമാർക്ക് രേഖപ്പെടുത്തി ഫയൽ അപ്രൂവ് ചെയ്യുക. ഫയൽ തിരിച്ച് കസ്റ്റോഡിയന് തന്നെ അയക്കുക. നിലവിൽ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് തുക അയക്കുന്ന പ്രോസസ് ആണ് ബാങ്ക് ടു ബാങ്ക് കോൺട്ര എന്ന ഓപ്ഷൻ വഴി നമ്മൾ കെ-സ്മാർട്ടിൽ ചെയ്തത്. ഇത്തരത്തിൽ ബാങ്ക് ടു ബാങ്ക് കോൺട്ര അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ബാങ്കും റിസീവ് ചെയ്ത ബാങ്കിലെയും റിപ്പോർട്ട് പരിശോധിക്കുന്നതിനായി റിപ്പോർട്ട് മെനുവിൽ ബാങ്ക് ബുക്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്.